ക്ഷേത്രങ്ങൾ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുവദിക്കരുതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് മതസ്ഥാപനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയുന്ന റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിയമം കർശനമായി പാലിക്കണമെന്നാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. കൊല്ലം കടയ്ക്കൽ ദേവീക്ഷേത്രം ഉത്സവത്തിൽ വിപ്ലവഗാനം പാടിയതിനെതിരായ ഹർജിയിലാണ് ഉത്തരവ്. ദേവസ്വം ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസറുടെ റിപ്പോർട്ടിൽ സംഗീത പരിപാടിക്കിടെ LED വാളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും DYFIയുടെയും ചിഹ്നം പ്രദർശിപ്പിച്ചതായി പറയുന്നുണ്ട്. കോടതി പറഞ്ഞു. അഡ്വക്കേറ്റ് വിഷ്ണു സുനിൽ പന്തളമാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് S വികാസും സർക്കാരും എതിർ സത്യവാങ്മൂലം നൽകാൻ സമയം തേടി. 19 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ആൾ എങ്ങനെയാണ് ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റാകുന്നതെന്നും ഹർജി പരിഗണിക്കവേ കോടതി ആരാഞ്ഞു. ഹർജി ഏപ്രിൽ 10 വീണ്ടും പരിഗണിക്കും. കടയ്ക്കൽ ക്ഷേത്രത്തിലെ ഗാനമേള വിവാദത്തിൽ ഗായകൻ അഘോഷിയെ 1-ാം പ്രതിയും ക്ഷേത്രോപദേശക സമിതിയെ 2-ാം പ്രതിയുമാക്കി കേസ്. തിരുവാതിര ഉത്സവത്തിന്റെ ഭാഗമായി നടത്തിയ ഗാനമേളയിൽ പുഷ്പനെ അറിയാമോ ഉൾപ്പെടെയുള്ള ഗാനങ്ങൾ പാടിയതാണ് വിവാദമായത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനിൽ ആരാമം പോലീസിൽ നൽകിയ പരാതിയെ തുടർന്നാണ് കേസെടുത്തത്.